അപ്പോൾ ഞാൻ ഇന്നെൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഒഫീഷ്യലായിട്ടൊന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം 3 ആഴ്ചയായി. അപ്പോൾ ഈ 3 ആഴ്ചയിലുള്ള എൻ്റെ ഒരു എനിക്ക് തോന്നിയ കാര്യങ്ങളൊക്കെയാണ് ഞാനിപ്പോൾ ഇവിടെ പറയാൻ വേണ്ടി പോകുന്നത്. ഒരു ബിഗിനറിൻ്റെ ഒരു ജേണി എന്ന് പറയാൻ മാത്രമൊന്നും ആയിട്ടില്ല, എന്നാലും ആ ഒരു 3 വീക്സിലെ ഒരു കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്. അപ്പോൾ ഭയങ്കര മെമ്മറി പവർ ആയതുകൊണ്ട് പെട്ടെന്നെല്ലാം മറന്നു പോകുന്നത് കൊണ്ടും ഞാൻ അതിലൊന്ന് എഴുതി വെച്ചിട്ടുണ്ട്, ഞാൻ പറയാം. അപ്പോൾ ഒന്നാമതായിട്ട് എനിക്ക് തോന്നിയത് എന്ത് കണ്ടന്റ് ചെയ്യുന്നുള്ളൊരു സംഭവമാണ്. ഇപ്പം മനസ്സിൽ ഒരുപാട് കണ്ടന്റ്സ് ഉണ്ട്. ഇപ്പോൾ എനിക്ക് കുക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് പിന്നെ കുക്കിങ്ങിൻ്റെ വീഡിയോസ് എന്തെങ്കിലും ചെയ്താലോ. പക്ഷെ കുക്കിങ്ങിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ വിചാരിക്കും അത് മാത്രം ചെയ്താൽ എങ്ങനെ ശരിയാവും. കാരണം ഞാൻ അങ്ങനെ ഭയങ്കരമായിട്ട് വെറൈറ്റി ഡിഷസ് ഒന്നും ട്രൈ ചെയ്യുന്ന ഒരാളൊന്നുമല്ല. പക്ഷേ കുക്ക് ചെയ്യാൻ ഇഷ്ടമാണ്. ഞാൻ കുക്കിങ്ങിൻ്റെ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ ഇഷ്ടമാണ്. ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ 1-2 വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് കുറച്ച് പണിയാണ്. അല്ലെ, ഒന്നും പണിയെടുക്കാണ്ട് നടക്കൂല. ആരെങ്കിലും നമ്മളെ ഹെൽപ്പ് ചെയ്യാനുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലതല്ലേ. ട്രൈപോഡൊക്കെ സെറ്റ് ചെയ്ത് പിന്നെ നമ്മളിപ്പോൾ ഒരു ഷെയർഡ് അക്കോമഡേഷനിലൊക്കെയാണ് നിൽക്കുന്നുണ്ടെങ്കിൽ അത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ആ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് കുക്കിംഗ് ചെയ്യണോ അല്ലെങ്കിൽ റിയാക്ഷൻ വീഡിയോസ് ചെയ്യണോ എന്ന് വെച്ചാൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞത് നമ്മളെടുത്തിട്ട് ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നത് അതന്നെ. പക്ഷെ നല്ലൊരു കണ്ടന്റ് കേട്ടോ, നല്ല രസമാണ് അത് ചെയ്യാൻ. ഇപ്പം നമ്മുടെ തന്നെ ഇപ്പം യൂട്യൂബിൽ ഓരോ വീഡിയോസ് കാണുമ്പോൾ നമുക്ക് തോന്നില്ലേ നമ്മളെന്നാണ് നമുക്ക് ഓരോരാൾ സംസാരിക്കാൻ നമുക്ക് തന്നെ ഓരോ കാര്യങ്ങൾ മനസ്സിലേക്ക് ഇങ്ങനെ വരും. അത് നമ്മളൊരു റിയാക്ഷൻ ഇതായിട്ട് നമ്മൾ ചെയ്യുന്നത്. നമ്മളെ കാറിലിരുന്ന് വീഡിയോ ചെയ്യുന്ന അണ്ണനില്ലേ, നമ്മളെ സീക്രട്ട് ഏജന്റ്, അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. പിന്നെ വെൽക്കം വണക്കം എന്ന് പറഞ്ഞിട്ട് വീഡിയോ ചെയ്യുന്നൊരേട്ടൻ, മറ്റേ മൂപ്പൻ, അവരൊക്കെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കാര്യങ്ങൾ ഉണ്ടാകുന്നത് അവരുടെ അഭിപ്രായങ്ങൾ ഇങ്ങനെ പറഞ്ഞ് യൂട്യൂബിൽ നല്ല വീഡിയോസും നല്ല ഏണിങ്സൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഈ ഒരു സംഭവം റിയാക്ഷൻ വീഡിയോ, പിന്നെ വ്ളോഗിങ്, നമ്മൾ ട്രാവൽ ചെയ്യുന്നത്, പിന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ, ഇത് ചെയ്യണോ, വ്ളോഗിങ് ചെയ്യണോ. പക്ഷെ വ്ളോഗിങ് ചെയ്യണോ എന്ന് ആലോചിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്നത് വ്ളോഗിങ് എന്ന് പറയുമ്പോൾ നമ്മൾ പ്രൈവറ്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ വീഡിയോയിൽ ചിലപ്പോൾ കാണിക്കേണ്ടി വരും. ഇപ്പം മനഃപൂർവ്വം അല്ലെങ്കിൽ നമ്മൾ പ്രൈവറ്റ് സ്പേസ് ആകട്ടെ, അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള നമ്മളെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ റിലേറ്റീവ്സോ നമ്മളെ ചുറ്റിലും നിൽക്കുന്ന ആൾക്കാരൊക്കെ ചിലപ്പോൾ വീഡിയോയിൽ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എൻ്റെ മനസ്സിൽ അതൊരു കൺസേൺ സത്യം പറഞ്ഞാൽ. അത് ചിലപ്പോൾ കുറച്ച് നാളും കൂടെ കഴിഞ്ഞ് കുറച്ചും കൂടി ഒരു തൊലി കെട്ടി വരുമ്പോൾ ചിലപ്പോൾ അതും കൂടെ കാണിക്കാൻ പറ്റുമായിരിക്കും. എന്തായാലും ഈ ഒരു സ്റ്റേജിൽ നമ്മൾ പെട്ടെന്ന് കയറി അങ്ങനെ ഒരു ഇത് ചെയ്യുമ്പോൾ എനിക്ക് ചെറിയ മനസ്സിലൊരു പ്രശ്നമുണ്ട്. ഇപ്പം ബഡ്ഡിങ് യൂട്യൂബേഴ്സായ പലർക്കും മേ ബി ഇത് ഫീൽ ചെയ്തിട്ടുണ്ടാവാം. പിന്നെ എഡ്യൂക്കേഷൻ വീഡിയോ, ഈ സംഭവം എനിക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ കണ്ടന്റിനെ പറ്റി വലിയ ധാരണയൊന്നുമില്ല. എന്നാലും എന്തെങ്കിലുമൊക്കെ കണ്ടാൽ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അതാകുമ്പോൾ ഈ പറഞ്ഞതുപോലെ നമ്മളെ മനസ്സിലൊരു ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് പറയാനുള്ള കഴിവുണ്ടെങ്കിൽ അത് ചെയ്യാമല്ലോ. അങ്ങനെ ഒരു സംഭവത്തിൽ ഫിക്സ് ചെയ്ത് നിൽക്കാൻ സത്യം പറഞ്ഞാൽ എനിക്ക് പറ്റുന്നില്ല. അതൊരു പ്രശ്നമാണ്. പക്ഷേ ഞാൻ കേട്ടിടത്തോളം നമ്മൾ ഒറ്റൊരു സാധനം മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോഴാണ് ഇപ്പോൾ യൂട്യൂബിൻ്റെ അൽഗോരിതം കുറച്ച് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നതെന്നാണ് ഞാൻ എൻ്റെ ഒരു റിസർച്ചിൽ ഞാൻ മനസ്സിലാക്കിയത്. അല്ലെങ്കിൽ നമ്മൾ പല സംഭവങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇത് ഒരു പെർട്ടിക്കുലർ ഓഡിയൻസിൻ്റെ അടുത്ത് എത്തണ്ടേ. ഇപ്പം നമ്മൾ ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയ ഒരു യൂട്യൂബർ ആണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് ഇഷ്ടമുള്ളത് എന്ത് വേണ്ടിക്ക് ചെയ്യാം. പക്ഷേ ഈ ഒരു കേസിൽ അങ്ങനെയല്ലല്ലോ. സ്റ്റാർട്ടിങ് യൂട്യൂബറിൻ്റെ ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എന്ത് കണ്ടന്റ് ചെയ്യുന്നുള്ളത് എനിക്ക് എപ്പോഴും ഒരു ചോദ്യചിഹ്നമാണ്. അതുകൊണ്ടാണ് ഈ ഒരു കണ്ടന്റ് ഇല്ലായ്മേൻ്റെ അവസ്ഥ ഞാനൊരു കണ്ടന്റൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അതൊരു പോയിന്റ്, അതാ എന്ത് കണ്ടന്റ് ചെയ്യുന്നു. പിന്നെ ആസ് യൂഷ്വൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കും, അത് സത്യമായ ഒരു മെൻ്റൽ ബ്ലോക്കായിട്ട് പണ്ട് മുതലേ എൻ്റെ തലയിലുള്ളൊരു സാധനം. ഞാൻ ആദ്യം വിചാരിച്ചത് എനിക്ക് അത്യാവശ്യം യൂട്യൂബിൽ എന്തെങ്കിലും വീഡിയോ ചെയ്യുമ്പോൾ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള വീഡിയോസ് തന്നെ പുറത്ത് ഇറക്കണം എന്ന് ആഗ്രഹമുള്ള ഒരാളാണ്. അപ്പോൾ വീഡിയോസ് മാത്രമല്ല, ഞാനിപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഫോട്ടോ ഇടുന്നുണ്ടെങ്കിൽ പോലും എനിക്ക് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഫോട്ടോ ഞാൻ ഇട്ടിട്ട് കാണുന്നതാണ് എനിക്കിഷ്ടം. അതാണ് സംഭവം ഒന്നൊന്നുമല്ല, എനിക്ക് അങ്ങനെയാണ് ഇഷ്ടം. നമ്മളിൽ പലർക്കും ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. പക്ഷെ ഇന്നത്തെ ഒരു സെനാരിയോ പോലെയല്ല. ഇന്ന് അത്യാവശ്യം എല്ലാ ഒരു ബേസിക് ഫോണിലായാലും ക്യാമറ അത്യാവശ്യം നല്ലതായിരിക്കും. പിന്നെയും നമ്മൾ യൂസ് ചെയ്ത് കുറേ നാൾ കഴിയുമ്പോഴേ എൻ്റെ ക്വാളിറ്റിക്കൊന്ന് കുറഞ്ഞു വരുള്ളൂ. ഇപ്പോൾ ഒരു 10 പേരുടെ ഒരു ഗ്രൂപ്പ് എടുത്താലായാലും ഒരാളുടെ കയ്യിൽ എന്തായാലും നല്ലൊരു അടിപൊളി ക്യാമറ ഉള്ള ഫോണുണ്ട്, അത് ഉറപ്പാണ്. പക്ഷെ ഞാനൊന്നും പണ്ട് കോളേജ് പഠിക്കുന്ന സമയത്തൊന്നും അങ്ങനെയൊന്നുമല്ല. പക്ഷെ എൻ്റെ ഫ്രണ്ടിൻ്റെ കയ്യിൽ SLR
കുറച്ച് ഫ്രണ്ട്സിൻ്റെ കയ്യിലൊക്കെ DSLR ക്യാമറ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിലൊക്കെ ഒരുപാട് ഫോട്ടോസൊക്കെ എടുക്കിയിരുന്നു. എനിക്കതൊക്കെ ഭയങ്കര ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്രയും നല്ല ക്വാളിറ്റി ഉള്ള ഫോട്ടോസ് മാത്രം ഞാൻ അന്നേരം മുതൽ ഞാൻ പോസ്റ്റ് ചെയ്യാറുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പം ഞാനൊരു വീഡിയോ എടുക്കുന്നതിന് നല്ലൊരു ക്വാളിറ്റി ഉള്ള വീഡിയോ തന്നെ കൊടുക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ പ്രോപ്പറായിട്ടുള്ള ഒരു ഫോൺ എൻ്റെ കയ്യിൽ, എൻ്റെത് എന്ന് പറഞ്ഞാൽ ഒരു ഫ്രഷ് ഫോൺ എൻ്റെ കയ്യിൽ വരുന്നത് കൊറോണയുടെ ടൈമിലാണ്. അതിപ്പോൾ 2020-ലായിരിക്കണം. എന്ന് വെച്ചാൽ ഇപ്പം എൻ്റെ കയ്യിലുള്ള എൻ്റെ ആൻഡ്രോയിഡ് ഫോണ് എൻ്റെ കയ്യിൽ വരുന്നത് അന്നേരം. അത് തന്നെയാണ് ഞാനിപ്പം 5 വർഷമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത്, സ്റ്റിൽ ഓടിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ അതിൻ്റെ ക്യാമറ ഒക്കെ ഭയങ്കര ക്വാളിറ്റിക്ക് ഭയങ്കര കുറവാണ്. അപ്പോൾ വീഡിയോ ചെയ്യണമെന്ന് അപ്പോൾ ഈ ഒരു സംഭവം മനസ്സിലുള്ളത് കൊണ്ട് തന്നെ ഞാൻ ചെയ്യൂല. കുറച്ചും കൂടെ നല്ല ക്യാമറ വരട്ടെ, നല്ല ഫോൺ വരട്ടെ എന്നിങ്ങനെ ആലോചിച്ച് നിന്നു. അപ്പോൾ നല്ല ക്യാമറയും നല്ല ഫോണും എൻ്റെ കയ്യിൽ വന്നിട്ട് പോലും 1.5 വർഷം ഞാനൊന്നും ചെയ്തിട്ടില്ല. കുറച്ച് ഫോട്ടോസ് എടുത്ത് ഇങ്ങനെ ഇടും, അത്രയേ ഉള്ളൂ. അത് ഒരു കാര്യം. പിന്നെ വേറൊരു കാര്യമുണ്ട്, ചില യൂട്യൂബേഴ്സൊക്കെ ഞാൻ കാണാറുണ്ട്, അത്ര ഭയങ്കര നല്ല ക്യാമറ ക്വാളിറ്റി ഒന്നും ആയിരിക്കില്ല, പക്ഷേ അവരെ കണ്ടന്റ് അടിപൊളിയായിരിക്കും. അവരുടെ വീഡിയോസ് ആയാലും ഭയങ്കര റോ ആയിരിക്കും. അവർ ഭയങ്കര മൊത്തത്തിൽ നല്ലൊരു റോ വൈബുള്ളൊരു വീഡിയോ ആയിരിക്കും, കാണാൻ നല്ല രസമായിരിക്കും. അങ്ങനെയൊക്കെ അതൊക്കെ നമ്മൾ കണ്ട് പഠിക്കേണ്ട കാര്യമാണ്. നമുക്ക് ഒരുപാട് റിസോഴ്സസ് ഉണ്ടായിട്ടൊന്നും ഒരു കാര്യമില്ലാന്ന് എനിക്ക് എൻ്റെ എക്സ്പീരിയൻസിലൂടെ തന്നെ മനസ്സിലായി. നമ്മളെ ആ ഒരു വില്ലിങ്നെസ് ആണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒന്നാമത്തെ ഒരു ഫാക്ടർ. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു വന്നത് മറ്റുള്ളവരെന്ത് വിചാരിക്കുന്നുള്ളൊരു കാര്യമാണ്. അത് നമ്മൾ ചെറുപ്പം മുതലേ വളർന്ന സാമൂഹിക കുടുംബപരമായ സാഹചര്യങ്ങളിൽ നിന്നും ഉരുത്തിരിഞ്ഞു വരുന്നൊരു ചിന്താഗതിയായിരിക്കാം നമ്മൾ ഈ പറഞ്ഞൊരു കാര്യം. അപ്പം ഞാൻ എന്ത് വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ വിചാരിക്കും, അയ്യോ ഞാൻ അങ്ങനെ ചെയ്താൽ അവരെന്ത് വിചാരിക്കും, അയ്യോ. പിന്നെ നമ്മൾ കമ്പയർ ചെയ്യും, നമ്മൾ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യും. ഞാൻ ചെയ്തത് നമുക്ക് അത്ര ലൈക്കൊന്നും കിട്ടിയിട്ടില്ല, അവർക്കെല്ലാം കുറേ ലൈക്ക് കിട്ടുന്നുണ്ട്. ഈ ഒരു സംഭവങ്ങളെല്ലാം പലതരത്തിലുള്ള മെന്റൽ ബ്ലോക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അത് കാരണം പിന്നെ വീഡിയോ ചെയ്യണോ, ഈ സംഭവം ചെയ്യണോ, ഇത് ചെയ്യണ്ടേ എന്നല്ല ഇങ്ങനെ ചിന്തിച്ച് ഒരുപാട് അതിനെപ്പറ്റി ചിന്തിച്ച് ലാസ്റ്റ് ഒന്നും ചെയ്യില്ല. ആ ഒരു അവസ്ഥയിലൂടെ ഞാൻ ഈ ഒരു 3 ആഴ്ച ഞാൻ കടന്നു പോയിട്ടുണ്ട്. ഈ ചാനൽ തുടങ്ങുന്നതിന് മുമ്പേ ഞാൻ കടന്നു പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് പെട്ടെന്ന് ദിവസം ഞാൻ വിചാരിച്ചത് എന്നാൽ പിന്നെ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ അങ്ങ് ചെയ്തേക്കാം. പിന്നെ കണ്ടന്റ് ഇപ്പം നമ്മൾ ഫുള്ളി പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ചെയ്യില്ല എന്ന് എനിക്ക് എൻ്റെ സ്വയം അനുഭവം കൊണ്ട് തന്നെ മനസ്സിലായി. നമ്മൾ ചെറിയൊരു സ്റ്റെപ്പ് എടുത്ത് വെക്കുക, മേ ബി അത് നമുക്ക് പറഞ്ഞിട്ടുള്ള സംഭവമാണെങ്കിൽ നമ്മൾ എവിടെയെങ്കിലൊക്കെ എത്തും. നമ്മൾ കുറച്ചൊക്കെ കൺസിസ്റ്റൻ്റ് ആവുക, പെർസിസ്റ്റൻ്റ് ആവുക. ബ്രേക്ക് വന്നാലും പിന്നെ നമ്മളത് ചെയ്യാനുള്ളൊരു സംഭവം കഴിയും. നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നമ്മളത് ചെയ്യും, അല്ലേ? ഒന്നത് മറ്റുള്ളവർ എന്ത് വിചാരിക്കും. പിന്നെ മൂന്നാമത്തെ ക്വാളിറ്റി ഓഫ് ദ വീഡിയോ, അത് ഞാൻ ഓൾറെഡി പറഞ്ഞു. നമ്മൾ ഈ കറക്റ്റ് ഗാഡ്ജറ്റ് കിട്ടിയിട്ടേ വീഡിയോ ചെയ്യുള്ളൂ എന്നൊന്നും വിചാരിച്ചാണെന്ന് നമ്മൾ ചെയ്യലുണ്ടാവില്ല. നമുക്ക് എത്രയും നേരത്തെ തുടങ്ങുന്നത് അത്രയും നല്ലതാണ് ഈ ഒരു കോമ്പറ്റീറ്റീവായ യൂട്യൂബ് സെനാരിയോയിൽ. പിന്നെ വേറെ എന്താ സംഭവം, റിക്വസ്റ്റിംഗ് അതേഴ്സ് ടു വാച്ച് മൈ വീഡിയോ. അത് ഭയങ്കര ഒരു കോമഡി ആയിട്ടുള്ള കാര്യമാണ്. നമ്മളിപ്പം ഒരു വീഡിയോ ഇട്ട് ഈ സംഭവം നമ്മൾ ഈ യൂട്യൂബിൽ നിന്ന് ലിങ്ക് ജനറേറ്റ് ആയി നമ്മൾ നേരെ ആ ലിങ്ക് കോപ്പി ചെയ്ത് വാട്സാപ്പിൽ പോയിട്ട് എല്ലാവർക്കും ഇങ്ങനെ അയക്കും. എല്ലാവർക്കും എല്ലാം നമുക്ക് കുറച്ച് പരിചയമുള്ള ആൾക്കാരെ അയച്ച് പോകും. എന്നിട്ട് നമ്മൾ പറയുക ഈ വീഡിയോ കാണുക, ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേന്ന് പറഞ്ഞിട്ട് ഈ ഒരു സംഭവം നമ്മളിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവസാനം നമുക്ക് തന്നെ ഒരുമാതിരി ആവും. അതൊരു വല്ലാത്തൊരു കാര്യമാണ്. ഞാൻ എന്തായാലും എൻ്റെ ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള കുറച്ച് പേരോട് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയ ഒരു 3-4 വീഡിയോൻ്റെ സമയത്തൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്തായാലും. അല്ല, ഞാനിപ്പോൾ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടില്ല, കുറച്ചേ ഉള്ളൂ, വിരലെണ്ണാവുന്ന വീഡിയോസ് മാത്രമേ എൻ്റെ അക്കൗണ്ടിൽ ഇപ്പോൾ ഉള്ളൂ. അപ്പോൾ ഞാൻ പിന്നെ ആദ്യം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു, ഇപ്പോൾ നമുക്കിപ്പോൾ മോണിറ്റൈസ് ആവണ്ടെങ്കിൽ തന്നെ ഫസ്റ്റ് ക്രൈറ്റീരിയ 1000 സബ്സ്ക്രൈബേഴ്സ് വേണമെന്നുള്ളതാണ്. അപ്പം അതായിരിക്കും ആദ്യത്തെ ഒരു കടമ്പ. നമുക്കത് എല്ലാവരും കൊണ്ടും പറഞ്ഞ് ചെയ്യിപ്പിക്കാം. നമ്മുടെ ഒരു എഫേർട്ട് ഇട്ടാൽ മാത്രമേ നടക്കൂ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഏതെങ്കിലും വീഡിയോ ഭയങ്കരമായിട്ട് വൈറലാവണം. എന്നാൽ പോലും നമുക്ക് ഒരുപാട് വീഡിയോസ് ഓൾറെഡി ഉണ്ടെങ്കിൽ മാത്രമേ ആൾക്കാർ നമ്മുടെ ചാനൽ ഒന്ന് കയറി നോക്കി അവരായിട്ടൊക്കെ സബ്സ്ക്രൈബ് ചെയ്തു. അങ്ങനെ ഒരു കാര്യമുണ്ട്. അല്ലെങ്കിൽ നമ്മൾ തന്നെ എഫേർട്ട് ഇട്ടിട്ട് എല്ലാവരുടെ അടുത്ത് ഇങ്ങനെ പറയണം സബ്സ്ക്രൈബ് ചെയ്തു അത് ഓക്കെ. അതല്ലാണ്ട് നമ്മൾ വീഡിയോസ് ചെയ്ത് തുടങ്ങി പിന്നെ ആ വീഡിയോ ഒന്ന് കാണണേ എന്ന് പറഞ്ഞു കൊടുത്തതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ
നമ്മൾ പറഞ്ഞ സ്ഥിതിക്ക് അവർ ജസ്റ്റ് ഒന്ന് വീഡിയോ വ്യൂ ചെയ്യും, നമുക്കൊരു വ്യൂ കിട്ടും. പക്ഷെ അവരത് മേ ബി അവർക്ക് ഇഷ്ടമില്ലാത്ത കണ്ടന്റ് ആണെങ്കിൽ പകുതിക്ക് വെച്ച് അത് നിർത്തിപ്പോവും. അപ്പോൾ അങ്ങനെ നിർത്തിപ്പോകുമ്പോൾ അത് നമ്മുടെ വീഡിയോസിന് നെഗറ്റീവായിട്ടാണ് ഇൻഫ്ലുവൻസ് ആവുന്നത്. അതുകൊണ്ട് അത് ചെയ്യാതിരിക്കുന്നതായിരിക്കും കുറച്ച് നല്ലത് എന്നാണ് എൻ്റെ റിസർച്ച് നിനക്ക് മനസ്സിലായത്. ഞാൻ അങ്ങനെ ഇപ്പം ആരടുത്തും അങ്ങനെ ചെയ്യിപ്പിച്ചില്ല. പിന്നെ ഷോർട്ട് വീഡിയോസ് ആയാലും പിന്നെ ആൾക്കാർ കാണും. ഇപ്പം ഇന്നത്തെ ഒരു മെയിൻ പ്രശ്നം അതാണല്ലോ, ഷോർട്ട് വീഡിയോസ് പിന്നെ ആൾക്കാർ ഇരുന്ന് കാണും. ഇപ്പം ഞാൻ തന്നെ ഒരു ഷോർട്ട് വീഡിയോ എടുത്താൽ മേ ബി അതിൻ്റെ ഒരു ഫസ്റ്റ് 20 സെക്കൻഡൊക്കെ മാത്രമേ ആൾക്കാർ കാണുന്നുണ്ടാവുള്ളൂ. മൊത്തം ഇരുന്ന് കാണാനുള്ളൊരു ക്ഷമ അല്ലെങ്കിൽ അത്രയും ഇൻട്രസ്റ്റിംഗ് ആയി കണ്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇപ്പോൾ ആൾക്കാർ അതൊക്കെ കാണുന്നുള്ളൂ. ഇപ്പം ഞാൻ തന്നെ ഇൻസ്റ്റഗ്രാമിൽ വീഡിയോ കണ്ടാൽ നമ്മൾ ഈ സ്ക്രോൾ ചെയ്ത് നമുക്ക് തലക്ക് അവസാനം വട്ടെല്ലാം പിടിച്ച് എന്തെങ്കിലും ഒരു കാര്യം ഇപ്പോൾ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ തന്നെ ആരെങ്കിലും പറയുമ്പോൾ അയ്യോ അവരെന്താ പറയുന്നത്, ഞാനത് സൈഡ് ബട്ടൺ ഞെക്കി പിടിച്ച് 2x ചില സമയം കാണുന്നത്. അവർ പറയുന്ന കാര്യം പെട്ടെന്ന് ഇങ്ങോട്ട് കിട്ടണം. അത്ര ക്ഷമ എന്ന് പറഞ്ഞ കാര്യം നമുക്ക് എല്ലാവർക്കും ഇപ്പം ഇങ്ങനെ കുറഞ്ഞ് ആ ഒരു അതിനെന്തൊരു ടേം ഉണ്ട്, അത് ഓർമ്മ കിട്ടുന്നില്ല. ഭയങ്കരമായിട്ട് അറ്റൻഷൻ സ്പാന് ഭയങ്കരമായിട്ട് കുറഞ്ഞു വരുന്നൊരു സിറ്റുവേഷനാണുള്ളത്. അപ്പോൾ അതൊരു ഫാക്ടറാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് മറ്റുള്ളവരോട് നമ്മളിങ്ങനെ വീഡിയോ റിക്വസ്റ്റ് ചെയ്യുന്നത് അത്ര നന്നായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല. പിന്നെ നമ്മൾ വീഡിയോസ് ചെയ്ത് കണ്ടൻസ് ആൾക്കാരെ ഇഷ്ടമാണെങ്കിൽ ആൾക്കാർ ഇരുന്ന് കണ്ടോളും. പിന്നെ ഞാനിപ്പോൾ ഈ പറഞ്ഞ പോലെ സംസാരിച്ചിരിക്കുന്ന വീഡിയോ ഒക്കെ ആണെങ്കിൽ ഞാനും മറ്റുള്ളവരുടെ വീഡിയോസ് അങ്ങനെ കാണാറുണ്ട്. മേ ബി കുക്ക് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഞാൻ വീട് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ആ വീഡിയോ അവിടെ ഓണാക്കിയിട്ട് ഞാൻ അതിങ്ങനെ കേൾക്കും. നല്ല രസം അതിങ്ങനെ കേൾക്കാൻ, വെറുതെ ഇരുന്ന് കാണുന്നതിനേക്കാളും. അപ്പോൾ ഒരു കാര്യം അത്. അപ്പോൾ മെയിനായിട്ട് എനിക്ക് തോന്നിയ ഒരു ചലഞ്ചസ് എന്ന് പറയാം ഈ ഒരു 3-4 കാര്യങ്ങളാണ്. പിന്നെ നമുക്ക് ഇഷ്ടമുള്ളൊരു കാര്യങ്ങളാണെങ്കിൽ എന്തൊക്കെ ചലഞ്ച് ഉണ്ടെങ്കിലും നമ്മൾ ചെയ്യും. സത്യം പറഞ്ഞാൽ എനിക്കും ചെയ്യാൻ ഇഷ്ടമാണ്. യൂട്യൂബിൽ വീഡിയോ എല്ലാം ചെയ്യണമെന്ന് പണ്ട് മുതലേ ആഗ്രഹമുണ്ട്. പിന്നെ ഇങ്ങനെ പോസ്റ്റ്പോൺ ചെയ്ത് നമുക്ക് വേറെ കാര്യങ്ങൾ പ്രയോറിറ്റീസ് വരും. അപ്പോൾ നമ്മൾ അതിൻ്റെ പിന്നാലെ പോവും. പിന്നെ ഞാൻ വിചാരിച്ചത് മേ ബി ഒരു 10 വർഷം കഴിഞ്ഞ് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് എന്നോട് തന്നെ തോന്നാൻ പാടില്ല, നീ എന്തുകൊണ്ട്, നിനക്ക് അന്നേരം യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, വീഡിയോ ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, നീ എന്തുകൊണ്ട് അത് ചെയ്തില്ല എന്ന് എനിക്കൊരു 10 വർഷം കഴിഞ്ഞ് തോന്നി ഞാൻ റിഗ്രറ്റ് അടിക്കാൻ പാടില്ല. ഓക്കെ, ഇത് ഞാനിപ്പോൾ ഫെയിലാണെന്നുണ്ട്, ഫെയിൽ ആവട്ടെ. ആരും വീഡിയോ കാണുന്നില്ലെങ്കിൽ ഓക്കെ, കാണണം എന്നാണ് എൻ്റെ ആഗ്രഹം. എന്നാലും അങ്ങനെ ഓക്കെ, ഞാൻ പറഞ്ഞു വന്നത് കുറച്ച് നാൾ കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ ഞാനത് എന്തുകൊണ്ട് ചെയ്തില്ല എന്ന് അന്നേരം എനിക്ക് തോന്നാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാനിപ്പം മെയിനായിട്ട് ചെയ്യുന്നത്. ഇഷ്ടമുള്ളൊരു കാര്യം നമ്മൾ മാറ്റി വെച്ച് നമ്മളത് ചെയ്യാതിരിക്കുമ്പോൾ നമ്മുടെ ഫ്യൂച്ചർ സെൽഫിന് അത് ചെയ്യായിരുന്നു എന്ന് തോന്നുന്നൊരു സിറ്റുവേഷൻ വരാൻ പാടില്ല. അപ്പോൾ ഐ ജസ്റ്റ് സ്റ്റാർട്ടഡ് നൗ. അപ്പോൾ ഇതൊക്കെയാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്. മേ ബി നാളെ ഞാനൊരു സക്സസ്ഫുൾ യൂട്യൂബറൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇത് ആദ്യത്തെ ഒരു 1 month എക്സ്പീരിയൻസ് ഞാൻ തന്നെ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് വെറുതെ കാണാമല്ലോ. ഇപ്പോൾ ഈ വീഡിയോ ചിലപ്പോൾ 4, 3, 7 ആൾക്കാർ മാത്രമേ കാണുന്നുണ്ടാവുള്ളൂ. കുഴപ്പമില്ല, അങ്ങനെയൊക്കെയാണ്. പിന്നെ ഞാൻ മറ്റേ 6 ടണ്ണിൻ്റെ സ്റ്റാർട്ടിങ് ആ സംഭവം ഇട്ടിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് 1.3K വ്യൂസ് മറ്റേ ഉണ്ടായത്. എൻ്റെ ഇപ്പോൾ അത്യാവശ്യം വ്യൂസ് ഉള്ളതിലൊരു വീഡിയോ അതാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, ആ വീഡിയോ ആൾക്കാരൊന്ന് കണ്ട് നോക്കിയത് പോലും അയാളെ ഉള്ളത് കൊണ്ടായിരിക്കും. എൻ്റെ മുഖം കണ്ടിട്ട് അങ്ങനെ എൻ്റെ മുഖമായിരിക്കും പരിചിതമല്ലല്ലോ, എൻ്റെ മുഖം കണ്ടിട്ടൊന്നും അല്ല, അതൊക്കെ കൊണ്ടായിരിക്കും അറിയാം. ഇങ്ങനെയൊക്കെയല്ലേ നമുക്ക്, പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾക്ക് ഒരു സംഭവം പെട്ടെന്ന് അങ്ങ് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പം ഞാനായാലും അങ്ങനെ തന്നെയാണ്. നമുക്ക് കുറച്ച് സമയമെടുത്ത് ഇഷ്ടപ്പെടുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ആ ഇഷ്ടം കുറേ നാൾ നിലനിൽക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞ് ഞാൻ എടുത്ത് നോക്കുമ്പോൾ ഈ വീഡിയോ എവിടെ കിടക്കും അവിടെ നിന്നോട്ടെ. അപ്പോൾ ഇതൊക്കെയാണ് ഒരു യൂട്യൂബിൻ്റെ ഒരു 3 മാസത്തെ 3 ആഴ്ചയിൽ എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ ഞാൻ ഈ സംസാരിച്ചത് മേ ബി പല ഇപ്പോൾ വളർന്നു വരുന്ന യൂട്യൂബേഴ്സിനും റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, ബൈ.